കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശ്വര പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് കർത്താവ് വലിയൊരു പ്രതീക്ഷയുടെ വചനം നമുക്ക് നൽകുകയാണ്. എന്താണ് ആ പ്രത്യാശയുടെ വചനം? ഏശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ്. ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്. എന്താണ് പറയുന്നത്? തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്പനേരം സ്വസ്ഥത നമുക്ക് ദേവാലയത്തിൽ വെച്ച് കിട്ടും. നമ്മൾ ഒരുപാട് അലയുന്ന മനുഷ്യരാണ്. നമ്മുടെ ഉള്ളിൽ ഒരുപാട് അലച്ചിലുകളുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുണ്ട്, ഒരുപാട് വേദനകളുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ച് നേരം തമ്പുരാൻ്റെ മുമ്പിൽ വന്നിരിക്കുക. ഇനി ദൈവാലയത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ മുറി മുൻപിലിരിക്കുക, സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കുക. കർത്താവ് പറയുന്നത് തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നീ രക്ഷപ്പെടും. നമ്മൾ രക്ഷപ്പെടുന്നതായി പറയണേ എന്ന് പറയാണ്. സ്വസ്ഥതയും ആശ്രയമായിരിക്കും നിങ്ങളുടെ ബലം. അപ്പോൾ നമ്മൾ അല്പനേരം ഈ നോമ്പുകാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥമായിട്ടൊന്നിരിക്കാം. സ്വസ്ഥമായിട്ട് കുറച്ച് നേരം ഇരിക്കുമ്പോൾ കർത്താവ് നമ്മളുടെ മേൽ വലിയൊരു അനുഗ്രഹം വർഷിക്കും. നമ്മുടെ ആശ്രയം ആരാണ്? ഈശോയാണ്. കർത്താവ് നമുക്ക് സമാധാനം നൽകും. അപ്പോൾ അതുകൊണ്ട് ഈ കാലം നമുക്ക് ഏറ്റവും കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 2 കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് സ്വസ്ഥത നൽകണമേ, സമാധാനം നൽകണമേ, കർത്താവിന് മുമ്പിലായിരിക്കാനുള്ള വലിയ കൃപ നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം കൂടെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നിൽ ആശ്രയിക്കും യഹോവേ, ഈ ലോക ജീവിതകാലം മുഴുവൻ തിരുനാമം സ്തുതിച്ചു പാടും കർത്താവേ. സ്വലോക ജീവിതകാലം മുഴുവൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.